ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബലിപെരുന്നാളിലെ വീഡിയോ. ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് വന്നിന്. നമുക്ക് ബിരിയാണിയും പായസമൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അയ്യ പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ തലേ ദിവസം പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചതാണ് രാത്രി. അപ്പോൾ അതെടുത്തിട്ട് രാവിലെ ഒന്ന് ഫ്രൈ ആക്കാൻ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഓൾറെഡി പായസത്തിൻ്റെ മിക്സെല്ലാം വറുത്ത് വെച്ചിട്ട് അതിൽ പാലെല്ലാം ഒഴിച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റിൽ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നത്, കാരണം പള്ളി കഴിഞ്ഞ് വരുന്ന ടൈമിൽ എല്ലാവർക്കും പായസം കൊടുക്കാന്നുള്ള രീതിയിൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. പിന്നെ പായസത്തിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിക്കും. പിന്നെ ഇതിൽ ഞാൻ ഒരു പാക്കറ്റ് പാലാണ് യൂസ് ആക്കിയിട്ടുള്ളൂ, ബാക്കി ഞാൻ കംപ്ലീറ്റ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തത്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ പാലും തേങ്ങാപ്പാലും നമ്മൾ സേമിയും എല്ലാം നല്ലോണം വെന്ത് വരുന്ന ടൈമിൽ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡും കൂടി ചേർത്ത് കൊടുത്താൽ വേറൊരു ഫ്ലേവർ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്തവണ നമ്മൾ കസ്റ്റാർഡുള്ള പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കസ്റ്റാർഡ് കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഫസ്റ്റിൽ ഒഴിച്ചത് പോരാൻ തോന്നിയോണ്ട് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഈ കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഇല്ലെങ്കിൽ കസ്റ്റാർഡിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങനെ നിൽക്കും, നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പായസം വറുത്തിടാം. അതിനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്ക് പായസത്തിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പായസം ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. പായസത്തിൻ്റെ പണിയോടെ എടുക്കുമ്പോഴത്തേക്ക് ഉമ്മ വിടുന്ന മസാല ആക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉള്ളി നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ നമ്മൾ ചോറും വെച്ച് ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യേണ്ട പരിപാടിയാണല്ലേ. അതിനായിട്ട് ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തതിലേക്ക് ഇനി മസാലേൻ്റെ മുകളിലേക്ക് ഓരോ ലെയർ ചോറാക്കി കൊടുത്തിട്ട് പിന്നെ സെൻറ്ററിൽ നമ്മൾ ഉള്ളിയും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്താക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കൽ തന്നെയുള്ള മെയിൻ. നമ്മൾ ചിക്കൻ ബിരിയാണിയും പായസം അങ്ങനെ ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് നമ്മൾ ഫുഡാക്കിയിന്. പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ നമ്മളെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വരാം.